വിവിധ മേഖലകളിലായി നോക്കെത്താ ദൂരത്ത് പടർന്നു കിടക്കുന്ന കൃഷിയിടങ്ങളാണ് യഥാർത്ഥത്തിൽ ബീഹാറിന്റെ സമ്പത്ത്. ഭൂരിപക്ഷം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പിൽ കർഷകർ ഇവിടെ നിർണായക ശക്തിയാണ്. വികസനം ഉറപ്പാക്കുന്നവർക്ക് മാത്രമേ വോട്ട് നൽകൂ എന്നാണ് കർഷകരുടെ നിലപാട്. നെല്ല്, ഗോതമ്പ് തുടങ്ങി ധാന്യവർഗ്ഗങ്ങളും ഗംഗാതീരത്തോട് ചേർന്ന മത്സ്യകൃഷിയുമായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ബീഹാറിൽ ഭൂരിപക്ഷം ജനങ്ങളും. നഗരപ്രദേശങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളുണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ പരമ്പരാഗതമായി കൃഷി തുടർന്നു വരുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള പദ്ധതികൾ കർഷകർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും കാർഷിക മേഖലയിൽ കൂടുതൽ വികസനം ആവശ്യമാണെന്നും വികസനം എത്തിക്കുന്നവർക്ക് മാത്രമേ വോട്ട് നൽകൂ എന്ന നിലപാടിലുമാണ് കർഷകർ. गरीबी तो है ही है, काहे का मतलब अब सब दिन आदमी यही करते रहेगा, सागे पला के उपजाते रहेगा. विकास होना चाहिए कुछ न कुछ. जनता है जो अब विकास चाह रहा है, सत्ता परिवर्तन कीजिए आप लोग. നിരവധി മണ്ഡലങ്ങളിൽ കർഷകരുടെ വോട്ട് വിധിയെ സ്വാധീനിക്കുമെന്നതിനാൽ NDAയും ഇന്ത്യ മുന്നണിയും കർഷകരെ കൂടെ നിർത്താൻ പ്രചാരണത്തിൽ പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട്. നിലവിൽ വിളനഷ്ടത്തിന് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ സഹായത്തോടെ NDA സർക്കാർ സംസ്ഥാനത്തുടനീളം നടപ്പാക്കി. പുതിയ ജലസേചന പദ്ധതികളും കിസാൻ സമ്മാൻ നിധിക്ക് പുറമെ കർഷകർക്ക് ധനസഹായ പദ്ധതിയും NDA പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബീഹാറിന്റെ ജനസംഖ്യയിൽ 65 മുതൽ 70% വരെ ആളുകളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും കർഷകരുടെ വോട്ട് ആർക്കൊപ്പമാകുമെന്നത് ഏറെ നിർണായകമാകും. ബീഹാറിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.